ഹലോ എവരി വൺ. അപ്പോൾ MFM വെർഷൻ 2.0 എന്ന നമ്മുടെ പുതിയ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഞാൻ വേറൊന്നിലേക്കും തിരിയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് മിക്കവരും ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മിസ്റ്ററി ഫാക്ട്സ് മലയാളം എന്ന ചാനലിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. പലർക്കും അറിയുന്നത് പോലെ തന്നെ കുറേ കാലമായിട്ട് വളരെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ചാനലിൽ കാര്യങ്ങളാകെ തിരിഞ്ഞു പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഫെബ്രുവരി 1 കൂടിയാണ് എല്ലാം തുടങ്ങിയത്. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് യൂട്യൂബ് പുതിയൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റുമായി ബേസ്ഡ് ആയിട്ടുള്ള ചില പോളിസി ചേഞ്ചസ് ആയിരുന്നു. നമ്മുടെ ചാനലിലെ, അതായത് മിസ്റ്ററി ഫാക്ട്സ് മലയാളത്തിലെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ, നമ്മൾ വേറെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ റിയാക്ട് ചെയ്തിട്ടായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അത് ഓക്കെ ആയിരുന്നു, അങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഫെബ്രുവരി ആയ ടൈം ആയപ്പോഴേക്ക് പുതിയ ചില ചേഞ്ചസ് വന്നു അതുമായി ബന്ധപ്പെട്ട പോളിസിയിൽ. അപ്പോൾ റിയാക്ഷനൊക്കെ ചെയ്യുന്നവർ, നിങ്ങൾ വേറെ പല റിയാക്ഷൻ ചാനൽസൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർ ഫേസ് ക്യാം ഇതൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള ചാനലുകൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഫേസ് ക്യാം ഇല്ലാതെ ചെയ്യുന്ന ചാനലുകൾക്ക്, ഇപ്പോൾ നമ്മുടെ ചാനൽ അങ്ങനെയായിരുന്നു, നമ്മൾ വോയിസ് ഓവർ വെച്ച് കമൻ്ററി വെച്ച് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ചാനലുകൾക്കൊക്കെ മിക്ക എല്ലാത്തിലും ഈ ഒരു പോളിസി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങൾ മെയിൻ ചാനലിൽ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾ തന്നെ കണ്ടിരുന്ന പല ചാനലുകൾക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, പല ചാനലുകളും നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാണ്. സോ ബേസിക്കലി ഈ ഒരു റീയൂസ്ഡ് കണ്ടൻറ്റിൻ്റെ പ്രോബ്ലം വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, അവർ ചാനൽ ഡിമോണിറ്റൈസ് ആക്കും. അതായത് മോണിറ്റൈസേഷൻ ഉണ്ടാവില്ല, സോ ആഡ് റവന്യൂ ഇല്ല, പൈസ ഉണ്ടാവില്ല, അതാണ് സംഭവിക്കുക. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്കും സംഭവിച്ചത്. ഫെബ്രുവരിയോട് കൂടി ചാനൽ ഡിമോണിറ്റൈസ് ആയി. സോ അതിനുശേഷം ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പിന്നീടിട്ട ഒരു വീഡിയോയിലും ആഡ്സ് വന്നിട്ടുണ്ടാവില്ല. കാരണം പറഞ്ഞതുപോലെ ഡിമോണിറ്റൈസ്ഡ് ആണ്. സോ അത് മാത്രമല്ല, ഈ ഡിമോണിറ്റൈസേഷൻ്റെ പ്രശ്നം വന്ന അപ്പോൾ തന്നെ ഏകദേശം ഒരു കുറച്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങൾക്ക് ഏകദേശം 2 കോപ്പിറൈറ്റ് സ്ട്രൈക്കും കിട്ടി. അതിൻ്റെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വന്നെന്ന് തോന്നുന്നു. ഏകദേശം എല്ലാം ഒരേ ടൈമിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന ചാനൽ അപ്പോൾ തന്നെ പോവും. ഞങ്ങൾക്ക് രണ്ടും അടുപ്പിച്ചാണ് വന്നത്. സോ 2 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പെട്ടെന്ന് വന്നു. 3ാമത്തെ സ്ട്രൈക്ക് കൂടി വന്നാൽ പോകുന്ന ഉറപ്പായിരുന്നു. പിന്നെ അഡീഷണലി ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും അതേ ടൈമിൽ തന്നെ കിട്ടിയത്. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, വന്നപ്പോൾ എല്ലാം ഒരുമിച്ചായിരുന്നു വന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ വീഡിയോസും അൺലിസ്റ്റഡ് ആയിട്ടും പ്രൈവറ്റ് ആയിട്ടും വെക്കുകയാണ് ചെയ്തത്. കാരണം ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൂടി ഇനി വരാതിരിക്കാൻ. അപ്പോൾ ആ സമയത്തായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് ചാനലിൽ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. കാരണം കുറേ വീഡിയോസ് ചാനലിൽ നിന്ന് അപ്രത്യക്ഷമായി. പലരും അതിനെപ്പറ്റി ആ സമയത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അതായത് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയാൽ തന്നെ 2 ആഴ്ചത്തേക്ക് പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, അങ്ങനെയാണ്. അപ്പോൾ 2 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടുപ്പിച്ച് വന്നപ്പോൾ 1 മാസത്തേക്ക് കംപ്ലീറ്റ്ലി നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥ വന്നിരുന്നു. അങ്ങനെ കുറേ അതുവരെ ഞങ്ങൾ നല്ല രീതിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അത് നിൽക്കുകയും, അത്രയും കൺസിസ്റ്റൻ്റായ വീഡിയോ ഇട്ടുകൊണ്ട് വന്നിരുന്ന ഞങ്ങൾ ഒറ്റയടിക്ക് വീഡിയോ ഇടൽ സ്റ്റോപ്പ് ചെയ്ത് 1 മന്ത് ഒരു വീഡിയോ പോലും ഇല്ലാതെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയ ശേഷം പിന്നെ ഞങ്ങൾ ഇതിനെ എങ്ങനെ പരിഹരിക്കുക എന്നാണ് നോക്കി തുടങ്ങിയത്. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, ഇങ്ങനെ ഈ കണ്ടൻറ്റാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ് ക്യാമൊക്കെ ചെയ്ത് ബാക്കിയുള്ള ഈ റിയാക്ഷൻ ചാനൽസൊക്കെ ചെയ്യുന്നത് പോലെ അതേപോലെ വീഡിയോസ് ഉണ്ടാക്കിയാൽ അത് ആ പ്രശ്നം പരിഹരിക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അത് മുതൽ പിന്നെ അത് ശരിയാക്കി എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ പണ്ടത്തെ ഫോർമാറ്റ് മാറ്റി ഇതുപോലെ ഫേസ് ക്യാം വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ഈ ഡിമോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് റീഅപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ റീഅപ്ലൈ ചെയ്യുമ്പോൾ പുതിയ ഫോർമാറ്റിൽ ചെയ്യുന്നത് പോളിസിയുമായിട്ട് ഒത്തു പോകുന്നുണ്ടെങ്കിൽ അവർ മോണിറ്റൈസേഷൻ തിരിച്ച് തരും. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്തു. പിന്നെ അത്രയും മാസം വെയിറ്റ് ചെയ്തിട്ട് റീഅപ്ലൈ ചെയ്തു. അത് വീണ്ടും ഫെയിലായി പോവുകയാണ് ചെയ്തത്. അങ്ങനെ ആൾമോസ്റ്റ് 2 തവണ ഞങ്ങൾ റീഅപ്ലൈ ചെയ്ത് നോക്കി. 2 തവണയും അവർ മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ 3ാമത്തെ തവണ കൂടി അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ആ ചാനൽ ഒരിക്കലും മോണിറ്റൈസ്ഡ് ആവില്ല എന്നൊക്കെയാണ്. സോ ആ ഒരു ഘട്ടം വന്നപ്പോൾ പിന്നെന്തായാലും ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെയാണ് അവസാനം ആ ചാനലിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാൻ ഞങ്ങൾ എടുത്തത്.
അങ്ങനെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാനൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അവസാനം ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ ഈ ചാനൽ തുടങ്ങി. അപ്പോൾ ഇനിയുള്ള ബാക്കി പരിപാടികളൊക്കെ ഈ ചാനലിലൂടെ ആയിരിക്കും കണ്ടിന്യൂ ആവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ട്, പലതും ചോദിക്കാനുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതിനൊന്നും ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള സജഷൻസ്, അങ്ങനെ എല്ലാ സജഷൻസും സ്വീകരിക്കുന്നതാണ്. സോ അതൊക്കെ ആയിട്ട് ഇനി നമ്മൾ വീണ്ടും ഉടനെ തന്നെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ.